സോ ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്ക എന്ന് പറയുന്ന ഒരു ബി സ്കൂളിനെ കുറിച്ചാണ്. മെയിൻ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് കാറ്റ് കഴിഞ്ഞു, കാറ്റ് എത്ര നന്നായില്ല, അപ്പൊ ഇനിയുള്ള സാറ്റ് ആണ്. ഈ സാറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര ടിയർ 1 ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. XLRI ഒബ്വിയസ്ലി ഉണ്ട്, ഇഫ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് വെൽ ആൻഡ് ഗുഡ്. ലൈക്ക് ഒരു ബ്ലാക്കി എന്ന് മാത്രമല്ല, ഒരു ലക്നൌവിനെക്കാളും ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു കോളാണ്, അല്ലെങ്കിൽ ABC ഒപ്പം നിൽക്കുന്ന ഒരു കോൾ XLRI അവിടെ ഉണ്ട്. അതിന്റെ താഴെ നിങ്ങൾക്ക് സാറ്റ് ത്രൂ ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടുന്ന കുറച്ച് കോളേജ് എന്ന് പറയുന്നത് XAMB, IMT, IMI, പിന്നെ ടാപ്മി, ഇർമ ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും മുകളിൽ, അതായത് ഈ പറഞ്ഞ ബി സ്കൂൾസിന്റെ ഒക്കെ മുകളിൽ XLRയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ടിയർ 1 കോളേജ്. സോ ടിയർ 1 കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ കോളേജ് എപ്പോഴും നിങ്ങൾ ബാക്കിയുള്ള ലിസ്റ്റിൽ ചിലപ്പോൾ പോപ്പുലർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. വൈ? ബിക്കോസ് ഇത് ഒരു ഡൊമൈനിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബി സ്കൂളാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ്, ബിൽഡിംഗ് എ കരിയർ ഇൻ മാർക്കറ്റിംഗ്, ദെൻ ദിസ് ഈസ് ദി ബെസ്റ്റ് ബി സ്കൂൾ ടു ഗോ ടു ഇൻ ഇന്ത്യ. ബെസ്റ്റ് ബി സ്കൂൾ എന്ന് പറയാൻ കാര്യം, ഇപ്പൊ ഞാൻ പഠിച്ച IIM ഇൻഡോർ കുറച്ച് മാർക്കറ്റിംഗ് ഇൻക്ലിനേഷൻ ഉള്ള ഒരു കോളേജാണ്. ഒരുപാട് ഫ്രഷേഴ്സ് പഠിക്കുന്ന ഒരു കോളേജാണ്. ഇറ്റ്സ് എ ബ്ലാക്ക് IIM. ഈവൻ ദെൻ ഐ ക്യാൻ വെരി വെൽ സേ ദാറ്റ് മാർക്കറ്റിംഗ് പ്രൊഫൈൽസ് വെൻ യു ആർ ഗോയിങ് ഫോർ കമ്പനീസ്, മൈക്കൻസിന് ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതെങ്ങനെയാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, സേ ഫോർ എക്സാമ്പിൾ, മോസ്റ്റ് കമ്പനീസിൽ നിങ്ങൾ മാർക്കറ്റിൽ പോകണമെങ്കിൽ സെയിൽസ് സ്റ്റന്റ് കഴിഞ്ഞിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആൻഡ് ദർ ആർ ലൈക്ക് വെരി റെയർ കമ്പനീസ് ലൈക്ക് ഗൂഗിൾ, ലോറിയൽ എക്സെട്ര ഹു ഡയറക്ട്ലി ഗെറ്റ് യു ഇൻ ടു എ മാർക്കറ്റിംഗ് പ്രൊഫൈൽ. സോ അങ്ങനെയുള്ള കമ്പനീസ് വരെ റിക്രൂട്ട് ചെയ്യുന്ന, ഓൾസോ മാർക്കറ്റിംഗിന്റെ ടോപ്പ് കമ്പനീസ് വരെ, ഇൻക്ലൂഡിങ് ഇപ്പം ഞാൻ കാർത്തികമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു, പേടിഎം അല്ലെങ്കിൽ ഈ പറയുന്ന ടോപ്പ് ഒരുപാട് കമ്പനീസ് ഒക്കെ അവരുടെ കേസ് കോമ്പറ്റീഷൻസ് ടോപ്പ് IIMസിന് ഒപ്പം ഓപ്പൺ ചെയ്യുന്ന ഒരു ബി സ്കൂളാണ്. ആൻഡ് ഇഫ് യു ക്യാൻ ക്രാക്ക് ദിസ്, നത്തിങ് ലൈക്ക് ഇറ്റ്. ബിക്കോസ് കാറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇനിയും ഒരു ടിയർ 1 കോളേജ് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ കോളേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമ്മളോടുള്ള കാർത്തിക് ആണ്. ആൻഡ് കാർത്തികിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെരി ആക്റ്റീവ്, വെരി വൈബ്രന്റ് മെമ്പർ ഓഫ് ഓപ്പൺ ഡാറ്റ് കമ്മ്യൂണിറ്റി. കഴിഞ്ഞ വർഷം നമ്മളുടെ GDP അവാർഡ് പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ആൻഡ് നമുക്കും ഒരുപാട് സപ്പോർട്ട്, നമ്മുടെ സ്റ്റുഡൻസിനും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, ഗ്രൂപ്പിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഒരു ഓൾറെഡി വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്ക് കാർത്തികിനെ അറിയുന്നുണ്ടാവും, ടെലിഗ്രാമിലും. അപ്പൊ കാർത്തികിനോട് തന്നെ ചോദിക്കാം. കാർത്തിക് മൈക്ക സെലക്ട് ചെയ്തു. എനിക്ക് ഉറപ്പാണ് കാർത്തിക്കും ആദ്യം മൈക്കയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. വൈൽ യു സ്റ്റാർട്ടഡ് യുവർ പ്രിപ്പറേഷൻ, ലേറ്റർ ടുവേർഡ്സ് യുവർ പ്രിപ്പറേഷൻ ജേർണി, മൈക്ക എന്ന് പറയുന്ന ഒരു ബി സ്കൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എങ്ങനെ അതിനെ കുറിച്ച് കേട്ടു? ആൻഡ് ഇതുവരെ ആസ് ഓഫ് നൗ ആ ഡിസിഷൻ എങ്ങനെ തോന്നുന്നു? അതായത് ലാസ്റ്റ് ഇയറും ഞാൻ ഓൾമോസ്റ്റ് ഇതേ സിറ്റുവേഷൻ ആയിരുന്നു. കാറ്റ് കഴിഞ്ഞു, സാറ്റ് അപ്ലൈ ചെയ്തു, സ്നാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാനും ഓപ്പൺ ഗ്യാൻഡ് ഒരു വീഡിയോ കണ്ടത്. എന്റെ സീനിയർ അഭിനന്ദ്, ചേട്ടൻ അഭിനന്ദായിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് മൈക്കാറ്റ് ഇത് ചെയ്തത്. ആ സമയത്ത് മൈക്കാറ്റ് 1 എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഐഡിയ വെച്ചാണ് ഇത് ചെയ്തത്. കാരണം ഇതിന്റെ മുന്നത്തെ ഇയറും ഞാൻ ഒരു മൈക്കാറ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു നോളജ് വെച്ചാണ് മൈക്കാറ്റ് കൊടുത്തത്. പിന്നെ എനിക്ക് ആദ്യമേ മാർക്കറ്റിംഗ് തന്നെയായിരുന്നു ഒരു ഇതുള്ളത്. അത് എനിക്ക് ആദ്യമേ അറിയാം, മാർക്കറ്റിംഗ് തന്നെയാണ് പോയിട്ടിരുന്നത്. സോ IFT ഗാസിയാബാദിന്റെ അവിടെയും മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്തു. അങ്ങനത്തെ കോളേജസ് നോക്കിയപ്പോൾ മൈക്ക തന്നെയാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തോന്നിയത്. അങ്ങനെയാണ് മൈക്ക തീരുമാനിച്ചത്. ശരിക്കും ആരാണ് ശരിക്കും മൈക്കയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ഹൂ വിൽ ബി ആൻ ഐഡിയൽ കാൻഡിഡേറ്റ് ടു അപ്ലൈ ഫോർ മൈക്ക? അല്ലെങ്കിൽ ആരും ഒരു കാരണവശാലും മൈക്കയിലോട്ട് വരരുത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യരുത്. കാരണം എപ്പോഴും നമ്മൾ പറയുമെങ്കിലും, ഈ മാർക്കറ്റിംഗ് ഇൻക്ലിനേഷൻ എന്നൊക്കെ പറയെങ്കിലും, അല്ലെങ്കിൽ ഇർമ നമ്മൾ റൂറൽ ഇൻക്ലിനേഷൻ ഒക്കെ പറയെങ്കിലും, അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ഐഡിയയിൽ ഇപ്പൊ ഇർമയിൽ റൂറൽ ഇൻക്ലിനേഷൻ ഇല്ലാത്തവർക്കും പോയി സർവൈവ് ചെയ്ത് അവർക്ക് കോർപ്പറേറ്റ് പ്ലേസ്മെന്റ്സ് എടുത്ത് പോവാം എന്ന് പറയുന്ന പോലെ, ഹൂ ഷുഡ് അപ്ലൈ ഐഡിയലി അപ്ലൈ ഫോർ മൈക്ക? അല്ലെങ്കിൽ മൈക്കൻസിന്റെ ഒരു ലൈഫ് എങ്ങനെയാണ് പൊതുവെ ഇൻ ക്യാമ്പസ്? ഇപ്പം കാർത്തിക് പറയാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച്. അതായത് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ആണ് എന്തായാലും വേണ്ടത്. അതായത് എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഇല്ല, ഓക്കെ ജനറൽ മാനേജ്മെന്റ് ആണോ, ലാസ്റ്റ് സ്വിച്ച് ചെയ്യണോ, അങ്ങനെ ഡൗട്ട് ഉള്ളവര് എന്റെ ഒരു അഭിപ്രായത്തിൽ മൈക്ക് ഒഴിവാക്കേണ്ടതാണ്. കാരണം മൈക്ക പെർഫെക്റ്റ്ലി ഫോർ മാർക്കറ്റിംഗ് ആണ്. കാരണം നമ്മുടെ സബ്ജക്ട്സ് എല്ലാം ഹൈലി മാർക്കറ്റിംഗ് ഓറിയന്റഡ് ആണ്. അതായത് ജനറൽ സബ്ജക്ട്സ് എല്ലാം പഠിക്കുന്നുണ്ട്, അതായത് ഓപ്പറേഷൻ, ഫൈനാൻസ് ഉൾപ്പെടെ എല്ലാം പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഹൈലി ബയസ് ടുവേർഡ്സ് മാർക്കറ്റിംഗ് ആണ്. അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് പ്ലേസ്മെന്റ് സീസണിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് റോൾസ് തന്നെയാണ് പക്ക മാർക്കറ്റിംഗ് റോൾസ്. കീ അക്കൗണ്ട് മാനേജർ ഉൾപ്പെടെയുള്ള എല്ലാ റോൾസും വരുന്നത് പ്യൂർലി മാർക്കറ്റിംഗ് ബേസ്ഡ് ആണ്. അപ്പൊ ഒരു മാർക്കറ്റിംഗ് ആണ് ഇംഗ്ലീഷ് എന്ന് ഉറപ്പുള്ളവർക്കാണ് വരേണ്ടത്. പിന്നെ പ്രൊഫൈൽ ബേസ്ഡ് ആയിട്ടൊന്നുമില്ല. അതായത് ഇന്ന പ്രൊഫൈൽ ഉള്ളവരാണ്. നമുക്കിവിടെ സൈക്കോളജി പഠിച്ചവരുണ്ട്, സോഷ്യോളജി പഠിച്ചവരുണ്ട്, പിന്നെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പം എല്ലാ പ്രൊഫൈലുള്ളവരും എല്ലാ ഇതെടുത്തവരും ഉണ്ട്. അപ്പം അങ്ങനൊരു ഇഷ്യൂ ഇവിടെ ഇല്ല. അതാണ് എനിക്ക് അടുത്തത് ചോദിക്കാനുള്ളത്. കാരണം മൈക്കയില് പണ്ട് അഭിനന്ദ് പറഞ്ഞിട്ടുള്ള സാധനം ഭയങ്കര ഡൈവേഴ്സ് ആണ് നിങ്ങളുടെ ബാച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കും. എത്രത്തോളം ഡൈവേഴ്സ് ആണ്? ഈ ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ ഹൗ ഡൈവേഴ്സ് ഇസ് ദ ബാച്ച് ഇൻ ടേംസ് ഓഫ് സെ ജെൻഡർ ഡൈവേഴ്സിറ്റി ആൻഡ്
വരുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് വൈസ് ഉള്ള ഡൈവേഴ്സിറ്റി, വർക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ടെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ, കുറവുണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ, ഹൂ ഷുഡ് ബി ഐ മീൻ അപ്ലൈങ് ഫോർ മൈക്ക ഐഡിയലി? അതായത് ഡൈവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ പോലും ലാസ്റ്റ് ഇയർ വരെ ഫീമെയിൽ ഡൈവേഴ്സിറ്റി ആയിരുന്നു കൂടുതൽ, 51-49 ആയിരുന്നു. ഇത്തവണ മാത്രം ചെറുതായിട്ട് എന്തൊരു ചേഞ്ച് ഉണ്ട്. പിന്നെ നമുക്ക് ഞങ്ങളുടെ ഇത്തവണത്തെ ബാച്ചിൽ ഒരു ഡോക്ടർ ഉണ്ട്, ഒരു ഡെന്റിസ്റ്റ് ഉണ്ട്, സോഷ്യോളജി കഴിഞ്ഞവരുണ്ട്, സോഷ്യോളജി സൈക്കോളജി കഴിഞ്ഞവരുണ്ട്, പിന്നെ ഒന്ന് രണ്ട് ഈ എനിക്കാണ് ബയോളജി, BSc ബയോളജി അങ്ങനത്തെ ഇത് പഠിച്ചവരുണ്ട്, പിന്നെ UPSC ആസ്പിറൻസ് അങ്ങനെയുണ്ട്. അപ്പം ഒരു ഡൈവേഴ്സ് വെച്ചാൽ നമുക്ക് എക്സ്ട്രീം ഡൈവേഴ്സ് ആണ്. എഞ്ചിനീയേഴ്സിനെ കാണാം, എല്ലാ ബ്രാഞ്ചിൽ നിന്നും ഉള്ളവരുണ്ട്. അപ്പം ഒരു പ്രൊഫൈൽ ഡൈവേഴ്സിറ്റി ഭയങ്കരമാണ്. ആ ഒരു കാര്യത്തിൽ ഇതില്ല. അപ്പം ജെൻഡർ ഡൈവേഴ്സിറ്റിയും സെയിം തന്നെയാണ്. വെച്ചിട്ട് ആരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഐ മീൻ ഇല്ല ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം എല്ലാ പ്രൊഫൈലും, കാരണം ഇവിടെ ഒരു പ്രൊഫൈൽ ബേസ്ഡ് ഇതാണ്. അതായത് ഇത്തവണ മാത്രമാണ് എക്സ്ട്രാ കരിക്കുലേഴ്സിനും അക്കാഡ്സിനും ഒരു 5% വെയിറ്റേജ് ഉള്ളത്. ലാസ്റ്റ് ഇയർ വരെ കാറ്റ് പ്ലസ് GPA ആയിരുന്നു ടോട്ടൽ. ഇത്തവണ അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം അക്കാഡ്സ് വലിയൊരു വെയിറ്റേജ് കൊടുക്കുന്നില്ല ഈ വർഷം പോലും. 10th 12th ഗ്രാജുവേഷൻ അക്കാഡ്സ്. ഇല്ല അല്ല ആ ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10th 12th ഗ്രാജുവേഷൻ കുറച്ച് മോശമായിരുന്നാലും ഇപ്പൊ കാറ്റ് അത്ര നല്ല രീതിയിൽ നടന്നില്ലെങ്കിലും എനിക്ക് മൈക്ക് ക്രാക്ക് ചെയ്യണം, എന്റെ കാറ്റ് മോശമായിരുന്നു, എന്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുഴപ്പമില്ല, അങ്ങനെ ഒരു ഇതാണ്. എന്തായിരിക്കണം എന്റെ ഐഡിയൽ സാറ്റിന്റെ ഒരു ടാർഗറ്റ് ഞാൻ വെക്കേണ്ടത്? അതായത് ഒരു ബേസിക്കലി നമുക്കൊരു ഐഡിയ ഇല്ല. അതായത് എത്രയാണ് ഇവരുടെ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഫാക്കൽറ്റീസിന് ഒരു ഇന്ന കട്ട് ഓഫ് എന്നുള്ള കാര്യം ഇവർ പറയുന്നില്ല. മേ ബി 85+ ആണ് പറയുന്നത്. കാറ്റും സാറ്റും 85+ ആണ്. പക്ഷേ കാറ്റിനും സാറ്റിനും സ്കോർ കുറവാണെങ്കിൽ അത് മൈക്കാറ്റ് ബാലൻസ് ചെയ്യേണ്ടി വരും. നോർമലി മൈക്കാറ്റ് ഒരു ലോ സ്കോറിംഗ് എക്സാം ആണ്. അപ്പം ഇപ്പം കാറ്റിനും സാറ്റിനും കുറച്ച് കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മൈക്കാറ്റിന് കുറച്ച് കുറഞ്ഞാലും ബാലൻസ്ഡ് ഔട്ട് ആവും. പക്ഷെ തിരിച്ചാണെങ്കിൽ മൈക്കാറ്റ് കൂടുതൽ സ്കോർ ചെയ്ത് അത് ബാലൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഐഡിയലി ശരിക്കും പറഞ്ഞാൽ ഒരു 90% സാറ്റിൽ ടാർഗറ്റ് ചെയ്തിട്ട് മൈക്കാറ്റിൽ ഒരു റീസണബിൾ സ്കോർ എത്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു കോള് വരാനുള്ള, ഇന്റർവ്യൂ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണോ? ഉണ്ട്. അതായത് പിന്നീട് ഇവരുടെ ഒരു എക്സാമിന് ഒരു പാറ്റേൺ വെച്ചിട്ട് സ്കോർ മാത്രമല്ല, അതായത് ഇതിലൊരു ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ ഉണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? എക്സാമിന്റെ ഒരു രീതി ഒന്ന് പറയാമോ? ഓക്കെ, എക്സാമില് ഒരു ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ ഉണ്ട്. അതിലേക്ക് എന്റെ ഓർമ്മയിൽ 30 മിനിറ്റ്സ് ആണ്. പിന്നീട് ഒരു കൺവേർജന്റ് ഡൈവേർജന്റ്, ബേസിക് QA, GK സെക്ഷൻ ഉണ്ട്, സൈക്കോമെട്രിക് ഉണ്ട്. ഇതാണ്. അപ്പം സൈക്കോമെട്രിക് ഫെയിൽ ആയാൽ എക്സാമിന്റെ സ്കോർ കൺസിഡർ ചെയ്യത്തില്ല. ഫസ്റ്റ് സൈക്കോമെട്രിക് ആദ്യം വരും. ആ, അപ്പൊ സൈക്കോമെട്രിക് ക്ലിയർ ആയാലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും? അല്ലല്ല, അങ്ങനെയല്ല. അതായത് സ്കോർ കൺസിഡർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എക്സാം ഫുൾ എഴുതാം, സ്കോർ കൺസിഡർ ചെയ്യാം. സ്കോർ കൺസിഡർ ചെയ്യുന്നത് സൈക്കോമെട്രിക്കിന്റെ ഇത് വെച്ചാണ്. അപ്പം സൈക്കോമെട്രിക് ഫെയിൽ ആയി ഇപ്പം സ്കോർ 70 ഔട്ട് ഓഫ് 70 ഉണ്ടെങ്കിലും സ്കോർ കൺസിഡർ ചെയ്യത്തില്ല. 70 ടോട്ടല്? 70 ഓക്കെ. അപ്പം ഈ 70 ശരിക്കും പറഞ്ഞാല് സൈക്കോമെട്രിക് സ്കോർ ഒന്നുമില്ല, അതൊരു പാസ് ഓർ ഫെയിൽ ആണ്. ഡിസ്ക്രിപ്റ്റീവ് വേറെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും, അതും ഈ 70 വരില്ല. ഈ 70 വരുന്ന എന്തൊക്കെയാണുള്ളത്? അത് എത്ര മണിക്കൂർ? അത് ഇപ്പൊ ഒരു 1 hour 15 minutes അങ്ങനെ എന്താണ് ഒരു എക്സാക്ട് ടൈമിംഗ്. അതായത് അത് VA വരുന്നുണ്ട്. ഐ മീൻ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യാം. മാറിയാം. VRC, പിന്നെ ക്വാണ്ട്, കൺവേർജന്റ് ഡൈവേർജന്റ്, ദെൻ ഒരു GK സെക്ഷൻ ഉണ്ട്. ഇതിനെല്ലാം എല്ലാം നെഗറ്റീവ് ഉള്ളതാണ്. ആ ഒരു സെക്ഷന്റെ സ്കോർ എന്റെ ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെയാണ് വാല്യുവേറ്റ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് നല്ല രീതിയിൽ വാല്യുവേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കഴിഞ്ഞ വർഷത്തെ ഇത് വെച്ചറിയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 25, 26 ഒക്കെ സ്കോർ ഉണ്ടായിട്ടും കോൾ വരാത്ത കുറച്ച് പേരുണ്ട്. അപ്പം ആ ഒരു സൈക്കോമെട്രിക് പാസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ വെച്ചാൽ ഇത് മാത്രമായിരിക്കും. അതായത് അവർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇപ്പം എന്തിനൊക്കെ നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യേണ്ടി വരും? അതായത് ഇപ്പൊ GK നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യണോ ഒന്ന്? കാരണം ഇനി നോക്കുകയാണെങ്കിൽ സാറ്റിൽ ഒരു ചെറിയ GK സെഷൻ ഉണ്ട്, പക്ഷെ ഇതെല്ലാം വളരെ ചെറുതാണ്. അപ്പം GK ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് പോയിട്ട് നമ്മൾ മാക്സിമം ഫോക്കസ് ബാക്കിയുള്ള പ്രിപ്പറേഷന് കൊടുക്കുന്നതായിരിക്കും ഒരു നല്ല സ്ട്രാറ്റജി. അതൊന്ന്. രണ്ട്, ഈ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നതിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരാറുള്ളത്, ആൻഡ് അതിന് എന്ത് രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക? ആൻഡ് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സെപ്പറേറ്റ് ടൈം ഉണ്ടോ, അതോ അതും ഈ പറയുന്ന 1 hour 50 minutes ആ ഒരു എത്രയാണോ ഡ്യൂറേഷൻ, ആ ഡ്യൂറേഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്നാണോ? ഡിസ്ക്രിപ്റ്റീവിന്റെ സെപ്പറേറ്റ് 30 മിനിറ്റ്സ് ആണ്. ആ 30 മിനിറ്റ്സിൽ നമുക്ക് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് വരും. അതിന്റെ ഫോർ എഴുതണം, അതിന്റെ അഗൻസ്റ്റ് എഴുതണം, അതിനൊരു ന്യൂട്രൽ എഴുതണം. ഇതെല്ലാം 200 വേർഡ്സ് ആണ്. അതായത് ഈച്ച് 200 വേർഡ്സ് ആണ്. അതിനുശേഷം ഒരു 4 ഇമേജസ് തരും. ആ 4 ഇമേജസിനെ കണക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യണം. അപ്പം അതും 200 300 വേർഡ്സ് ആണ്. ഇതെല്ലാം
ഈ ഒരു 30 മിനിറ്റ്സിനകത്താണ് എഴുതേണ്ടത്. അപ്പം ഒരു ടൈപ്പിംഗ് സ്പീഡ് എന്നുള്ള സാധനം ഭയങ്കരമാണ്. നമ്മൾ ഒട്ടും ഫെമിലിയർ അല്ല എങ്കിൽ അതൊരു ഇഷ്യൂ ആവാം. കാരണം ഫുൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അല്ലാതെ ഇതിന് പ്രിപ്പറേഷൻ ആയിട്ട് മേ ബി വേണമെങ്കിൽ ഇപ്പം റാൻഡം ആയിട്ട് 4 ഇമേജ് സെലക്ട് ചെയ്യുക, അതിനെക്കുറിച്ച് സ്റ്റോർ എഴുതുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് ആയിട്ടില്ല ഇത് ഡിസ്ക്രിപ്റ്റീവ്. ഓക്കെ, അപ്പൊ റാൻഡം ഇമേജ് എന്ന് പറഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി, ഒരു റോഡ്, ഒരു ഒരു ബന്ധമില്ലാത്ത ഒരു കടല്, അങ്ങനത്തെ 4 റാൻഡം പിക്ചേഴ്സ് വരും. ഇതിനെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റോറി 200 വേർഡ്സ് എഴുതുക ഫോർ എക്സാമ്പിൾ അല്ലേ? അതായത് എന്റെ ഒരു ഓർമ്മ ഞങ്ങൾക്ക് എനിക്ക് ലാസ്റ്റ് ആയിരുന്നു ആദ്യം ഒരു റെഡ് കളർ, പിന്നെ ഒരു പാലസിന്റെ പോലത്തെ ഒരു പടം, പിന്നെ ഒരു റോഡ്, ഒരു കാർ, ഇങ്ങനെ എന്തായിരുന്നു ഞങ്ങൾക്ക് ലാസ്റ്റ് ആയിരുന്നു വന്നത്. പിന്നെ കണക്ട് ചെയ്തൊരു സ്റ്റോറി എഴുതാം. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സെക്ഷനിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, അറ്റ്ലീസ്റ്റ് ടൈപ്പിംഗ് പോയിന്റ് ഓഫ് വ്യൂലും. പിന്നെ ഈ 3-4 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനും 30 മിനിറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു ടൈം ഡിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് പിന്നെ ടൈപ്പ് ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നതനുസരിച്ച് അങ്ങനെ ടൈപ്പ് ചെയ്ത് പോകേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നത് ഗ്രാമാറ്റിക്കൽ എറേഴ്സും അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിങ് ഓഫ് സെന്റൻസ് ഒക്കെ ഇപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 4 ഇമേജസ് തന്നിട്ട് ഒറ്റയടിക്ക് അവര് എഴുതാൻ പറയുമ്പോൾ അവര് ഭയങ്കര ഷേക്സ്പിയർ ഐറ്റം ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. മോർ ലൈക്ക് ഒരു നിങ്ങളുടെ സ്ട്രക്ചറിങ്ങും ഇതൊക്കെ ആയിരിക്കുമല്ലോ അവര് കൂടുതലും നോക്കാൻ ചാൻസ് ഉള്ളത്. അതായത് ഒരു ബേസിക് ലോജിക്കൽ ഫ്ലോ ഉണ്ടോ, എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഐ മീൻ ഗ്രാമാറ്റിക്കലും വെക്കാബിലിറ്റിയും അങ്ങനെ നോക്കത്തില്ല എന്നാണ് ഒരു തോന്നുന്നത്. കാരണം നിങ്ങൾ ആ ഒരു ലോജിക്കൽ ഫ്ലോ ഉണ്ട്, എല്ലാ ഇമേജസും കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളടുത്ത് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ. മേ ബി ഒരു ക്രിയേറ്റീവ് സൈഡ് നോക്കണ്ടേ, കാരണം ക്രിയേറ്റീവ് ഫോക്കസ്ഡ് ആണ് പറയണ്ടായിരുന്നു. കാരണം ഇവിടെ ഇതിന്റെ കൂടെ തന്നെ വേറൊരു കോഴ്സ് ഉണ്ട്, CCC എന്ന് പറഞ്ഞാൽ. അപ്പം അതും അതായത് ഇപ്പൊ ഒരു ക്രിയേറ്റീവ് സൈഡ് മൈക്കയിൽ എന്തൊക്കെ നോക്കുന്നവർക്കുള്ളൊരു കോഴ്സ് ഉണ്ട് അത് പറഞ്ഞു, അത് ഫുള്ള്. അതായത് PGDM C, അതാണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. പിന്നെ PGDM മോർ ഫോക്കസ്ഡ് ഓൺ ഡേറ്റ അനലിറ്റിക്സ് ആയിട്ടാണ്, കാരണം അവർക്ക് പൈതൺ, SQL, ഡേറ്റ അനലിറ്റിക്സ് എല്ലാ കോഴ്സും ഉണ്ട്. ദെൻ CCC എന്ന് പറഞ്ഞ അത് ക്രാഫ്റ്റിംഗ് ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. അത് ബേസിക്കലി കോപ്പി റൈറ്റിംഗ് അല്ലെങ്കിൽ എല്ലാം ഒരു ആഡ് ഏജൻസി. എല്ലാം 2 years MBA ഫുൾ പ്രോഗ്രാം ആണ്. അല്ല, PGDM C പ്രോപ്പർ 2 year MBA പ്രോഗ്രാം ആണ്. CCC 1 year പ്രോഗ്രാം ആണ്. അതും സെലക്ഷൻ ത്രൂ മൈക്കാറ്റ് തന്നെയാണ്, ഈ സെയിം പ്രോസസ്. പക്ഷെ എനിക്ക് അവർക്ക് എക്സാം ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. ഇതേപോലത്തെ ആപ്ലിക്കേഷൻ തന്നെയാണ്. അതിപ്പോ തൽക്കാലം എക്സാം നമ്മുടെ സ്റ്റുഡൻസ് നോക്കണ്ടല്ലോ, കാരണം അതൊരു എൻറ്റയർലി ഡിഫറെന്റ് പ്രോഗ്രാം ആയിരിക്കും അല്ലേ? പക്ഷെ അതായത് അതും ഇതുപോലെ ഒരുപാട് പേര് വരുന്നത്, അതായത് MBAക്ക് പകരം അതായത് ഇങ്ങനെ ആഡ് ഏജൻസി അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവര് ഒരുപാട് പേര് ആ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തവണ ഒരു ബാച്ചേഴ്സ് ഇത് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. ഈ PGDM എന്താണ് ബാച്ച് സൈസ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് PGDM C ആണ് നിങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയാൻ കാര്യം? ആൻഡ് അതായത് നമ്മുടെ സ്റ്റുഡൻസ് ഐഡിയലി ഏതാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? PGDM C ആദ്യം തൊട്ടുള്ള പ്രോഗ്രാമാണ്. അതായത് കോളേജ് 93 സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടുള്ള പ്രോഗ്രാമാണ് PGDM C. PGDM ലാസ്റ്റ് 3 years ആയിട്ടുള്ളൂ. അത് പ്യൂർലി ഫോക്കസ്ഡ് ഓൺ ഡേറ്റ അനലിറ്റിക്സ് ആണ്. അതായത് എങ്ങനെ ഒരു ഡേറ്റ ഡ്രിവൺ വേൾഡിൽ പോകാമെന്ന്, അതാണ് അവരുടെ ബേസിക് ആ വിഷൻ പോലെ പറയുന്നത്. അതായത് ഫുൾ പൈതൺ പഠിപ്പിക്കുന്നുണ്ട്, SQL, അതുപോലെ DSBA, അങ്ങനത്തെ ഫുൾ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഫുൾ ഡേറ്റ അനലിറ്റിക്സ്, എങ്ങനെ ഫുൾ തിങ് ഡേറ്റ അനലിറ്റിക്സ് ത്രൂ ഹാൻഡിൽ ചെയ്യാം, ആ ഒരു കാര്യം മാത്രം. അതാണ് PGDM C. പിന്നെ PGDM C നല്ല പക്ക അനലിറ്റിക്സ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫീൽഡിനോട് താല്പര്യം ഇല്ലെങ്കിൽ PGDM അധികം പ്രിഫർ ചെയ്തിരിക്കുക എന്നാണ് നല്ലത്. PGDM C അത്രയും അനലിറ്റിക്കൽ ഇത് വരുന്നതല്ല. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പ്ലേസ്മെന്റ്സ് സെപ്പറേറ്റ് ആണോ? ആൻഡ് വാട്ട് ആർ ദി കൈൻഡ് ഓഫ് പ്ലേസ്മെന്റ് ഓപ്ഷൻസ് ഫോർ PGDM C ആൻഡ് PGDM? ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് PGDM C is more towards communication, C for communication ആണോ? കമ്മ്യൂണിക്കേഷൻ. Okay, PGDM C is more like communication and marketing. PGDM is more inclined towards data analytics. അപ്പം കമ്പനീസ് വരുന്നതും ഇവർക്ക് പ്ലേസ്മെന്റ്സ് ഒക്കെ ഉള്ളതും രണ്ടും സെപ്പറേറ്റ് പ്ലേസ്കോം ആണോ, അതോ അംബ്രല പ്ലേസ്മെന്റ് വിത്ത് ഡിഫറെന്റ് ഇങ്ങനെയാണോ? ഇല്ല, അതായത് അംബ്രല്ല പ്ലേസ്മെന്റ് ആണ്. ഇതിൽ പറഞ്ഞു വെച്ചാൽ, അതായത് ഇപ്പം ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ ആ PGDM കാർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം ഇപ്പൊ എല്ലാം ഡേറ്റ ഡ്രിവൺ ആണ്, അവർക്ക് ഡേറ്റ അനലിറ്റിക്സ് സ്കൂൾ യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം കൊണ്ട് PGDM കാർക്ക് കുറച്ചുകൂടെ ഇതാണെന്ന്. പിന്നെ ഇതൊരു രണ്ടിലും ഈ കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിംഗ് കോഴ്സുകളൊന്നും ഡിഫറെന്റ് അല്ല, അതെല്ലാം സെയിം ആണ്. അപ്പം ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സബ്ജക്ട്സ് നമുക്ക് വേണം, സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ 1, 2, 3, അതായത് 3 ടേമിൽ പഠിക്കാനുണ്ട്. അത് 3ഉം PGDM കാർക്കും ഉണ്ട്. മാർക്കറ്റിംഗിൽ എല്ലാ ഇതും ഇതുണ്ട്. അതൊക്കെ ഈ കൾച്ചറൽ 1-2 സബ്ജക്ട്സ് മാത്രം PGDM കാർക്കില്ല. പിന്നെ PGDMന് ഒരു റൂറൽ ഇമേർഷൻ ഉണ്ട്. അതായത് അവർക്കൊരു ക്ലയന്റ് ഉണ്ടാവും, ക്ലയന്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഏതെങ്കിലും സ്ഥലങ്ങളിൽ റൂറൽ ഇമേർഷനിൽ പോയിട്ട് വരും. അത് ആ എത്ര ഒരു കാര്യം PGDM. നാളാണ്? അത് ലാസ്റ്റ് ടൈം അതൊരു 5 to 1 week എന്തോ ആണ് അത്.
പിന്നെ ഓക്കെ. ഇത്തവണയും ഒരു 5 to 6 days ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് അവർക്കൊരു 1 month പ്രോസസ് ആണ്. പക്ഷെ അതിങ്ങനെ പല പല സമയത്തായിട്ടാണ്. അതായത് ആദ്യം കുറെ നാൾ പോയി പ്രൈമറി ഡേറ്റ കളക്ഷൻ ചെയ്യണം. പ്രൈമറി ഡേറ്റ കളക്ഷൻ അവർക്ക് ഏതെങ്കിലും റൂറൽ ഏരിയയിലായിരിക്കും. നമ്മുടെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പോയത് ബീഹാറിലൊക്കെ ആയിരുന്നു. ഓക്കെ. ബീഹാറിലെ റൂറൽ ഏരിയാസിൽ പോയി അവിടെ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് പ്രൈമറി ഡേറ്റ കളക്ഷൻ നടത്തി. എന്നിട്ട് അതിനുശേഷം പലരും ക്ലയന്റിന്റെ ഓഫീസിൽ പോയി നമ്മുടെ അപ്പം ആ ക്ലയന്റിന്റെ ഓഫീസിൽ പോയി അവിടെ നിന്ന് ഡേറ്റ ഹാൻഡിൽ ചെയ്തു. എന്നിട്ട് ഈ സമയത്ത് ഇപ്പൊ കഴിഞ്ഞൊരു 5 days ആയിട്ട് അവർക്ക് സെക്കൻഡറി റിസർച്ചിന്റെ ടൈമാണ്. അപ്പം അത് PGDM-ന്റെ കമ്പൽസറി ക്രെഡിറ്റഡ് കോഴ്സ് ആണ്. മനസ്സിലായി. ഈ മൈക്കേല് അവരുടെ ടീച്ചിങ് പെഡഗോജി മൊത്തത്തിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? അതായത് ഹൗസ് യുവർ കരിക്കുലം സ്പ്രെഡ് ഔട്ട് ലൈക്ക് അക്രോസ് 2 years, എവിടെയാണ് ഇന്റേൺഷിപ്പ്, അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കുറച്ച് കാർത്തിക് എന്തൊക്കെയോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കുറച്ച് എന്തൊക്കെയോ വ്യത്യാസം ഉണ്ടെന്ന്. അതായത് ഇപ്പം നോർമലി ഞാൻ ബാക്കിയുള്ള കുറച്ച് ബി സ്കൂളിലായിട്ട് സംസാരിച്ചപ്പോൾ മാർക്കറ്റിംഗ് എടുത്തവരെന്നാൽ പോലും അവർക്കില്ലാത്ത കുറച്ച് സബ്ജക്ട്സ് ആയിട്ട് നമുക്കൊരു സെമിയോട്ടിക്സ് എന്ന സബ്ജക്ട് ഉണ്ട്. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഒരു കൾച്ചറൽ ഒരു കൺസ്യൂമർ പ്രിഫറൻസിനെ അഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുക, പർച്ചേസ് ഡിസിഷൻ തേക്കുക. സെമിയോട്ടിക്സ് എങ്ങനെയാണ് ഈ ഒരു സെമിയോട്ടിക്കൽ അനാലിസിസ് വരുന്നത്, അതായത് ഒരു ആഡോ അല്ലെങ്കിൽ പാക്കേജിങ് അങ്ങനത്തെ സാധനം വരിക. അപ്പം ഇതൊക്കെ ഒരു പക്ക മാർക്കറ്റിംഗ് ഫോക്കസ്ഡ് സബ്ജക്റ്റ് ആണ്. ഇപ്പം ഏതെങ്കിലും ബി സ്കൂളിൽ മാർക്കറ്റിംഗ് എടുത്താലും ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല ഈ 2 സബ്ജക്ട്സും ഇങ്ങനെ സബ്ജക്ട്. പിന്നെ ഇമാജിനിങ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ട്, അതും നെക്സ്റ്റ് ടൈം വരുന്നത്. അതും ഇതുപോലെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പം അങ്ങനത്തെ കുറച്ച് സബ്ജക്ട്സ് പ്യുവർലി ഒരു മാർക്കറ്റിംഗ് ഫോക്കസ് ഇതാണ്. ഹൗസ് ദ ക്യാമ്പസ് ലൈഫ് അറ്റ് മൈക്ക ലൈക്ക് ഇൻ ടേംസ് ഓഫ് അവിടുത്തെ ഒരു ആക്ടിവിറ്റീസ്, ക്ലബ് കമ്മിറ്റീസ്, ഇവന്റ്സ്, ഹോസ്റ്റൽ ലൈഫ്? ഹോസ്റ്റൽ എങ്ങനെയാണ്? ഫുഡ് എങ്ങനെയാണ്? ക്യാമ്പസ് എത്ര വലുതാണ്? ബാക്കി ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ക്യാമ്പസ് ലൈഫ് എല്ലാം, അതായത് ഒരു ഫസ്റ്റ് ടേമിൽ ഞങ്ങൾക്ക് കുറച്ച് ഇരുത്തണ്ടായിരുന്നു, കാരണം മാറി നിൽക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ സെക്കൻഡ് പിന്നെ ആ ഒരു ഇവന്റ്സും കമ്മിറ്റി സെലക്ഷൻ ഒക്കെ വരുമ്പോൾ ഭയങ്കര ഇതാവും. പിന്നെ ഒരു പോയിന്റ് നമുക്ക് തോന്നും ഒരുപാട് ഹെക്ടിക് ആണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു തോന്നലുണ്ട്. പിന്നെ നമുക്ക് വേറെ ഒന്നിനും ടൈം കിട്ടത്തില്ല. ഇതർ ഒന്നെങ്കിൽ അക്കാഡമിക്സ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്മിറ്റിയുടെ പാർട്ടാണെങ്കിൽ കമ്മിറ്റി ചിലപ്പം അവരുടെ എന്തെങ്കിലും ഇവന്റ്സ് നമ്മുടെ എക്സാമിന്റെ മുമ്പായിരിക്കും. അപ്പം നമ്മൾ ഓൾവേസ് ബിസി ആയിരിക്കും. പിന്നെ ക്യാമ്പസ് ലൈഫ് എപ്പോഴും എല്ലാവരും ഓണാണ്, അതായത് എന്താ അവസ്ഥനും. പിന്നെ എനിക്ക് തോന്നുന്നു പൊതുവെ ബാച്ച് സൈസ് ചെറുതായിട്ടായിരിക്കും. ഇപ്പൊ സീനിയേഴ്സുമായിട്ട് നല്ല കണക്ട് ആണ്. അത് ഞങ്ങൾ ടോട്ടൽ ബാച്ച് സൈസ് വരുമ്പോൾ 400 അടുപ്പിച്ച് വരത്തുള്ളൂ, 450 2 വർഷം അടുപ്പിച്ച് ചേർത്ത്? വരത്തുള്ളൂ. ആ 2 ബാച്ച് കൂടെ ചേർത്ത്. ഓ ശരി. ഓക്കെ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ജൂനിയേഴ്സിനും എഴുതപ്പെട്ട എല്ലാ സീനിയേഴ്സിനും അറിയാം. അപ്പൊ തിരിച്ചുമാണ്. അപ്പം കുറച്ചും കൂടി ഇന്ററാക്ഷൻ എളുപ്പമാണ്. അപ്പം എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു രീതിയിലൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അതുകൊണ്ട് ക്യാമ്പസ് എപ്പോഴും ഓണാണ്. പിന്നെ ഫുഡിന്റെ കാര്യം നമുക്ക് ഒരു കോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ മെസ്സിലെ ഫുഡൊക്കെ നല്ലതാണ്. പിന്നെ ക്യാൻറ്റീൻ ഉണ്ട് അത് 24/7 ഫുഡിന്റെ ആണ്. പ്രശ്നമല്ല, അതൊരു നമ്മളുടെ പ്രശ്നമാണ്. നോർത്തിലെ നല്ല അത് നമ്മുടെ പ്രശ്നമാണ്. ഫുഡ് വലിയ സ്പ്രെഡ് ആയിരിക്കും, വളരെ അടിപൊളി 5 സ്റ്റാർ ആ, ഫുഡ് ആയിരിക്കും. പക്ഷെ നമുക്കൊരു 2 ആഴ്ച കഴിഞ്ഞാൽ മടുത്തു തുടങ്ങും എന്നുള്ളത്, കൂടുതൽ ആ, വെജിറ്റേറിയൻ ഇൻക്ലിനേഷൻ ഉള്ളതുകൊണ്ട് അല്ലേ? അത് നമ്മുടെ ഒരു ഇഷ്യൂ ആണ്, അല്ലാതെ ഫുഡിന്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. മനസ്സിലായി, മനസ്സിലായി. പിന്നെ ആ, വേറെ എനിക്ക് ചോദിക്കാനുള്ളത്, ഹോസ്റ്റൽ എങ്ങനെയാണ്? സിംഗിൾ സിംഗിൾ റൂം ഹോസ്റ്റലാണോ അതോ ഡബിൾ ഷെയറിംഗ് ആണോ? നിങ്ങളുടെ ഹോസ്റ്റല് ഞാൻ പണ്ട് മൈക്ക അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്റെ ടൈമിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ കോറയിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത കുറെ വാൾസും കുറെ റൂംസും ഒക്കെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു ഫോട്ടോയിൽ. അപ്പം ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാണ്? ഹോസ്റ്റൽ റൂംസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഹോസ്റ്റലിൽ ഫസ്റ്റ് ഇയറിൽ ഡബിൾ ഷെയറിംഗ് ആണ്, സെക്കൻഡ് ഇയറിൽ സിംഗിൾ റൂംസ് ആണ്. ഇത് ഇതേപോലെ തന്നെ, അതായത് ചേട്ടൻ കണ്ട പോലെ തന്നെ ഫുൾ ഗ്രാഫിറ്റി ഒക്കെ ഉള്ള ഹോസ്റ്റൽസ് ആണ്. അങ്ങനെ ഒരു ഫസ്റ്റ് ഇയേഴ്സിന് 4 വേറെ ഹോസ്റ്റൽസ്. റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ ബേസിക്കലി? അങ്ങനെ അഡ്മിൻ വൈസ് ഭയങ്കര സ്ട്രിക്റ്റോ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുക, ഇൻ ടൈം കർഫ്യൂ അങ്ങനത്തെ ഒന്നും ഇല്ല? ഇല്ല 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 ഇല്ല. ഓക്കെ. അപ്പൊ അതായത് ഇപ്പൊ കോളേജിൽ കയറാനാണെങ്കിൽ അവര് ഒരു ടൈം വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല. അങ്ങനെ ഒരു കർഫ്യൂ ആയിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഇപ്പം കോളേജിലായിരുന്നാലും ആ ഒരു കോളേജ് അവേഴ്സ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഡ്മിന്റെ ഇതോ ഒന്നും ഉണ്ടാകത്തില്ല അതിനകത്ത്. മനസ്സിലായി. ഈ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കാര്യം അവിടുത്തെ പ്ലേസ്മെന്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഫൈനൽസ് എങ്ങനെ പോകുന്നു. ഈ മാർക്കറ്റിംഗ് പ്യൂർലി മാർക്കറ്റിംഗ് മാത്രമേ വരാറുള്ളൂ, ഓർ ഈസ് ദർ ലൈക്ക് ഈവൻ എ സ്മോൾ ചാൻസ് യു ഗെറ്റ് പ്ലേസ്ഡ് ഇൻ സം അതർ ഡൊമൈൻ? അല്ലെങ്കിൽ ടോപ്പ് കമ്പനീസ് റിക്രൂട്ടിംഗ് ഫ്രം ക്യാമ്പസ്, ആവറേജ് പാക്കേജ്, അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാമോ? അതായത് മാർക്കറ്റിംഗ് ആണെങ്കിലും ചില കമ്പനീസ് ഡയറക്ട്ലി വരുമ്പോൾ ഫൈനൽ പ്ലേസ്മെന്റ് വരുമ്പോൾ ഒരു മാനേജ്മെന്റ് ട്രെയിനി ആയിട്ടാണ് കയറുന്നത്. കാരണം ഇപ്പം നമുക്കാണ് സാംസങ്, പിന്നെ ഫ്ലിപ്കാർട്ട് കേസ് കോം ത്രൂ ആയി എടുക്കത്തുള്ളൂ. അവരിപ്പം ഒരു ക്യാമ്പസിൽ നിന്ന് ഹയറിംഗ് ഇല്ല, ഇതെല്ലാം കേസ് കോം ത്രൂ ആക്കി. പിന്നെ എനിക്ക് ലോറിയലും അങ്ങനെയാണ് തോന്നുന്നു, ജനറൽ മാനേജ്മെന്റ് ട്രെയിനിയാണ്.
അതിനെ കൂടെ തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റോൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത് എന്തായാലും ഉണ്ട്. ചില കമ്പനീസ് വരുമ്പോൾ അവർ പ്യുവർലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഫോക്കസ് ചെയ്ത് വരാം. കാരണം നമുക്ക് മുമ്പ് 2 years മുന്നൊക്കെ ഗൂഗിൾ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഗൂഗിൾ വരുമ്പോൾ അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോക്കസ് തന്നെയാണ്. അപ്പൊ നമ്മുടെ സീനിയേഴ്സ് നോക്കുമ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടോ അങ്ങനത്തെ റോളുകളാണ് വർക്ക് ചെയ്യുന്നത്. ഇനി പ്ലേസ്മെന്റ് ഫിഗേഴ്സ് ലാസ്റ്റ് ഇയറിലുള്ള പ്ലേസ്മെന്റ് ഫിഗേഴ്സ് തന്നെ, അതായത് ഞങ്ങളെ ശരി സംസാരിച്ചപ്പോൾ ഫിഗേഴ്സ് എല്ലാം ട്രൂ ആണ്. അതായത് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, എങ്ങനെയാണ് പ്രോപ്പർലി ഉള്ളത് ആ ഒരു ഫിഗേഴ്സ് എല്ലാം പ്ലേസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം ആ ഒരു ഇത് തന്നെയാണ്. ഓക്കെ. ഈ ഇനി എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളത്, ഈ സാറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എപ്പം മൈക്കാറ്റിന്, എനിക്ക് തോന്നുന്നു മൈക്കാറ്റിന് കുറച്ചുകൂടെ ഡേറ്റ് എപ്പോഴായിരുന്നു? 25th ആണെന്ന് തോന്നുന്നു. Jan 25th ആണെന്ന് തോന്നുന്നു. അപ്പം ഒരുപാട് സാറ്റ് കഴിഞ്ഞിട്ടും ദേ ഹാവ് ലൈക്ക് സ്റ്റിൽ 20 days. അപ്പം മൈക്കാറ്റിന് ഇപ്പൊ അപ്ലൈ ചെയ്തിട്ട് സാറ്റ് കഴിയുന്നവരെ കംപ്ലീറ്റ്ലി സാറ്റ് ഫോക്കസ് ചെയ്തതിന് ശേഷം മാത്രം മൈക്കാറ്റിലോട്ട് സ്വിച്ച് ചെയ്താൽ മതിയോ? അതോ ഇഫ് യു വോണ്ട് ടു ആക്ച്വലി ക്രാക്ക് മൈക്ക, നിങ്ങൾ സാറ്റിന്റെ കൂടെ ഇതും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലുണ്ടോ? അതായത് മൈക്കാറ്റിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക പ്രിപ്പറേഷൻ ആയിട്ടൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അതായത് ഇപ്പം ക്വാണ്ട് ആണെങ്കിലും ക്വാണ്ടിന്റെ ഒക്കെ ഒരു സ്ട്രക്ചർ, അതായത് ഒരു ബേസ് ഉണ്ടെങ്കിൽ മൈക്കാറ്റ് കമ്പാരിറ്റീവ്ലി ക്രാക്കബിൾ ആണ്. പിന്നെ മൈക്കാറ്റ് ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയുള്ളത് ഓപ്ഷൻസിന്റെ എണ്ണം കൂടുതലാണ്. ചില ക്വസ്റ്റിന് 6 to 8 ഓപ്ഷൻസ് വരെ വരാം. അപ്പം അത് ഇംഗ്ലീഷ് ആണെങ്കിലും ക്വാണ്ട് ആണെങ്കിലും വരാം. ക്വാണ്ട് ചില സമയത്തൊക്കെ ചിലതൊക്കെ ഭയങ്കര കാൽക്കുലേഷൻ ഇന്റൻസീവ് ആണ്. പക്ഷെ ഇതൊരു ലോ സ്കോറിംഗ് ഗെയിമാണ്, അതെ ലോ സ്കോറിംഗ് എക്സാം ആണ്. അപ്പം ഇത് അക്കോർഡിംഗ് ടു ടിൽ ലാസ്റ്റ് ഇയർ വരെയുള്ള ഇത് വെച്ചാണ്. എവിടെയെങ്കിലും അത്യാവശ്യം നല്ല നമ്പർ ഓഫ് മോക്സ് കിട്ടാൻ ചാൻസ് ഉണ്ടോ മൈക്കയുടെ മോക്സ്? കാരണം എനിക്ക് തോന്നുന്നു ലോ സ്കോറിംഗ് എക്സാംസ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടത് ഏത് ക്വസ്റ്റ്യൻസ് വിടണം, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ഒരു സെക്ഷനിൽ നിന്ന് വേണം എന്നൊക്കെയുള്ള ഒരു കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും റിസോഴ്സസ് സജസ്റ്റ് ചെയ്യാനുണ്ടോ മൈക്കയ്ക്ക്? ഞാൻ 1-2 സ്ഥലം ഞാൻ കരിയർ ലോഞ്ചറിന്റെ ഒരു മോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ മൈക്കയുടെ സൈഡിൽ അവരുടെ ഒരു പഴയ 3-4 സാമ്പിൾ പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിനൊരു ഐഡിയ കിട്ടി, അതായത് എക്സാം എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കാന്ന്. പിന്നെ എഴുതിയവരുടെയും ഇത് ചോദിച്ചു. അപ്പൊ ഇതുകൊണ്ട് എക്സാം നല്ല ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് ഇൻ ടേംസ് ഐദർ ചിലപ്പോൾ ഓപ്ഷൻസ് ഒരുപാടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ക്ലോസ് ഓപ്ഷൻസ് ആയിരിക്കാം, മേ ബി ഡെസിമൽ പോയിന്റ് വ്യത്യാസം. ഞങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതായത് എല്ലാം 0.5 ഇൻക്രിമെന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്ത്, അതായത് കറക്റ്റ് പോലും എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ ഇപ്പൊ നമുക്കൊരു സെക്ഷനിൽ സ്ട്രോങ് ആണെങ്കിൽ ആ സെക്ഷനിൽ മാക്സിമം സ്കോർ ചെയ്യുക, മറ്റേ സെക്ഷനിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം ലാസ്റ്റ് ഇയർ പല സമയത്ത് ഇത് നല്ല ലോ സ്കോറിംഗ് ആണ്. അപ്പം കാറ്റും സാറ്റും നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം കുറച്ച് ലോ സ്കോറിംഗ് ആണെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായി, മനസ്സിലായി. ഇനി ലാസ്റ്റ് ഈ മൈക്കയ്ക്ക് നോക്കുന്ന ആൾക്കാരോട് ആൻഡ് ഈവൻ ലൈക്ക് കോമറ്റ്സിന്, ഐ മീൻ സാറ്റിനും സ്നാപ്പിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു ഫൈനൽ മെസ്സേജ് ആയിട്ട് ഷെയർ ചെയ്യാനുണ്ടോ? ആൻഡ് ഞാൻ കാർത്തികിനോട് ചോദിക്കാതെ മൈക്കയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ കാർത്തികിന് ഷെയർ ചെയ്യാനുണ്ടോ? അതായത് ഇതിപ്പം എക്സാമിന് ശേഷമുള്ളതാണ്. അതായത് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ല, ഗ്രൂപ്പ് എക്സർസൈസ് ആണ്. ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് PA ആണ്. അത് ഗ്രൂപ്പ് ഞങ്ങൾക്ക് ലാസ്റ്റ് ഇയർ കിട്ടിയെന്ന് വെച്ചാൽ ഒരു ലക്ഷദ്വീപ്, ജമ്മു കാശ്മീർ ഉള്ളവർക്ക് ലക്ഷദ്വീപിലോട്ടുള്ള ഒരു ടൂറിസം പാക്കേജ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, ആക്ട് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മള് അങ്ങനെ ഒരു ഇതാണ് ഇന്റർവ്യൂ ഇല്ല ബേസിക്കലി, അതായത് നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങൾ പോയിട്ട് ഇതാണ് ആക്ടിവിറ്റി. അത് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷന് പകരം ഗ്രൂപ്പ് എക്സർസൈസ് ആണ്. അതിനുശേഷമാണ് രണ്ട് സാധനങ്ങളാണുള്ളത് ബേസിക്കലി. ഗ്രൂപ്പ് എക്സർസൈസും പേഴ്സണൽ ഇന്റർവ്യൂ. അപ്പം ഗ്രൂപ്പ് എക്സർസൈസ് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ വേറൊരു ഗ്രൂപ്പിന് കിട്ടിയത് അവർക്കൊരു അവിടെ ഒരു സോങ് എഴുതാനാണ്. അതായത് അവർക്ക് എന്തോ തീം കൊടുത്തു, അതിന്റെ ബേസ് ചെയ്ത് സോങ് എഴുതുക. അല്ലെങ്കിൽ ചിലവർക്ക് കിട്ടിയത് ഒരു ആഡിന്റെ ജിങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. അത് ഗ്രൂപ്പ് ആയിട്ടുള്ളതാണ്. എന്നിട്ട് അതിനുശേഷമാണ് PA. അപ്പം ഇതൊരു ആഫ്റ്റർ എക്സാം ആണ്. പിന്നെ സ്നാപ്പും സാറ്റും, അതായത് സ്നാപ്പും ലാസ്റ്റ് ഇയർ എനിക്ക് കാറ്റ് കുറച്ച് സ്കോർ കുറച്ച ശേഷം ഞാനും സ്നാപ്പ് ഒന്നും ഇല്ല, എനിക്ക് സിംബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ആ ഒരു സ്പീഡാണ്. സ്നാപ്പ് ബേസിക്കലി ആ ഒരു സ്പീഡിന്റെ ഒരു ഗെയിമാണ്. പിന്നെ ടൈം എടുക്കാം അല്ലേ? ഐ മീൻ അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു ടൈമിന്റെ ഒരു ഇതുണ്ട്, ആ ഒരു എക്സ്ട്രാ ടൈം കിട്ടുന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ സാറ്റും സാറ്റ് പിന്നെ XLR കഴിഞ്ഞാലുള്ളൊരു എല്ലാ കോളേജും അപ്ലൈ ചെയ്യുക. സാറ്റിന്റെ കീഴിൽ വരുന്നത് നമുക്ക് ടോപ്പ് ആയിട്ട് തോന്നുന്ന എല്ലാ കോളേജും അപ്ലൈ ചെയ്യാം. പിന്നെ ഇപ്പൊ മൈക്കായിട്ടാണ് പ്രിപ്പയർ ചെയ്തെങ്കിൽ ടൈം ഉണ്ട്. നോർമലി GK ഒക്കെ ആണെങ്കിൽ പോലും GK കറണ്ട് അഫയേഴ്സും വരാം, സ്റ്റാറ്റിക് GK വരാം. അപ്പൊ സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ നല്ല പഴയതും വരാം. ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഫസ്റ്റ് ഓസ്കാർ കിട്ടിയ ആർക്കായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പിന്നെ അത് ലോ സ്കോറിംഗ് ആയിട്ട് നമുക്ക് അറിയാന്നുള്ളത് മാത്രം
ഇത് ചെയ്ത് മാർക്ക് ചെയ്താൽ മതി. ഒരു 2-3 ഇത് സെക്ഷൻ വൈസ് ആയിരുന്നാൽ പോലും ഒരുവിധം കട്ട് ഓഫ് ക്ലിയർ ആവണം. മനസ്സിലായി. പിന്നെ മൈക്ക് ഇപ്പൊ നമ്മൾ കവർ ചെയ്യാത്തത്, ഓക്കെ, ഒരു കാര്യം എനിക്ക് തോന്നിയത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന്, ഈ MT മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ഹയർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. സോ മാനേജ്മെന്റ് ട്രെയിനി ബേസിക്കലി വേറെ നിങ്ങൾ ഒരു പ്രൊഫൈലിലേക്ക് നേരിട്ട് ഹയർ ചെയ്യാതെ മോസ്റ്റ്ലി ഈ പറയുന്ന കമ്പനീസ് നിങ്ങളെ എടുത്ത് ഒരു 1-2 വർഷം കുറച്ച് പല പല സ്റ്റിൻസിലിടും. ഒരു HR സ്റ്റിന്റ്, ഒരു മാർക്കറ്റിംഗ് സ്റ്റിന്റ്, ഒരു ഓപ്പറേഷൻസ് പല സ്റ്റിൻസിൽ ഇട്ടിട്ട് അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു റോളിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഇതാണ്. വലിയ കമ്പനീസിലൊക്കെ ഒരുപാട് ടോപ്പ് കമ്പനീസൊക്കെ ഇങ്ങനെ ഒരു മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് തരുന്ന ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ മൂവ് ടു ഡിഫറെന്റ് ഡൊമൈൻസ് ആസ് വെൽ എന്നുള്ള ഒരു സംഭവമാണ്. പിന്നെ എന്റെ ഇതിൽ നിന്ന് ഒരു മൈ 2 cents വിൽ ബി ലൈക്ക് അഗെയിൻ കാർത്തിക് പറഞ്ഞ പോലെ തന്നെ മൈക്കയ്ക്ക് ഇങ്ങനെ ഒരുപാട് എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സാറ്റ് കഴിഞ്ഞിട്ട് യു ഹാവ് ടൈം. സോ ഇപ്പൊ നിങ്ങൾ സാറ്റിന് മാക്സിമം സ്കോർ ചെയ്യുക. കാരണം സാറ്റ് പ്ലസ് അത് എത്രയാണ് കാർത്തിക്? അതായത് ഇത് പറയുന്നില്ലല്ലോ എത്ര വെയിറ്റേജ് ഉണ്ടെന്ന് പറയുന്നുണ്ടോ? അതായത് ഇപ്പം ഇന്റർവ്യൂ കോൾ കിട്ടാൻ മൊത്തം എന്തൊക്കെ കോമ്പണൻസ് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്? അക്കാഡ്സ് കുറവാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് കോമ്പണൻസ് ആൻഡ് ഫൈനലിൽ എന്തൊക്കെയാണ് കോമ്പണൻസ് കിട്ടുക? അതായത് ഇവരുടെ വെബ്സൈറ്റിലുള്ള ഇത്തവണത്തെ ഡേറ്റ പ്രകാരം 50% കാറ്റ് ഓർ സാറ്റ് പ്ലസ് മൈ കാറ്റ്, then 40% ഓഫ് അതിനകത്ത് എത്രയാണെന്ന് അറിയില്ല. ഇല്ല. ഓക്കെ, അതെപ്പോഴും പറയുന്നത് വെച്ചാൽ ബാലൻസ് ചെയ്യുക. അതായത് സാറ്റോ കാറ്റോ കുറവാണെങ്കിൽ മൈ കാറ്റ് ഹൈ സ്കോർ ചെയ്യുക, അങ്ങനെ ഒരു ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. then 40% GEPA, ഗ്രൂപ്പ് എക്സസൈസും പേഴ്സണൽ റിവ്യൂ, 5% എക്സ്ട്രാ കരിക്കുലർ, 5% അക്കാഡമിക്സ്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഫൈനലിന്. ഇനി ഇന്റർവ്യൂ കോൾ കിട്ടാൻ ഇന്റർവ്യൂ കോൾ കിട്ടാൻ എനിക്ക് തോന്നുന്നത് അവരുടെ ആ ഒരു കാറ്റോ സാറ്റോ ദെൻ മൈ കാറ്റ് ആ ഒരു സ്കോർ മാത്രമേ ഒരുപാട് അങ്ങനെ നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി ഒന്നും വലുതായിട്ട് ബാധിക്കുന്നില്ല. ഇല്ല. കാരണം എനിക്ക് അക്കാഡമിക്സ് കുറവാണ്. അപ്പം ആ ഒരു അക്കാഡമിക്സ് അതായത് നല്ല കുറവുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ക്യാമ്പസ് തന്നെ എന്നെ പോലെ. അപ്പം ആ ഒരു ഇതുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് എക്സസൈസിന് അങ്ങനെ ഒരു കൺസിഡർ ചെയ്യത്തില്ല, സ്കോർ മാത്രമാണ്. ഓക്കെ, അപ്പം കാർത്തിക് ഇത്ര നേരം ഈ ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്തതിന് താങ്ക്സ്. അപ്പൊ എനിക്ക് എന്റെ ഒരു 2 cents പറയാനുള്ളത്, ഇപ്പൊ കാർത്തിക് പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ അതിൽ നിന്നും ഞാനും കുറെ ഇൻഫർമേഷൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രീവിയസ് അക്കാഡമിക്സ് ഒന്നും അധികം ബാധിക്കാത്ത ഒരു കോളേജാണ്, ഒരു Tier 1 കോളേജാണ്. ടോപ്പ് കമ്പനീസ് റിക്രൂട്ട് ചെയ്യുന്ന പ്ലേസ്മെന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ലൈക്ക് ടോപ്പ് IIM ലെവലിലുള്ളതാണ്. നിങ്ങൾ റിപ്പോർട്ട് നോക്കുമ്പോൾ മേ ബി അല്ലാത്ത കുറച്ച് കുറവ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, അതായത് പാക്കേജ്, ഫൈനൽ പാക്കേജ്. പക്ഷെ അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇവിടെ റിക്രൂട്ട് ചെയ്യുന്ന കൂടുതലും മാർക്കറ്റിംഗ് കമ്പനീസ് ആണ്. ഈ മാർക്കറ്റിംഗ് കമ്പനീസ് പൊതുവെ അവരുടെ ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് കൺസൾട്ടിംഗ് ഒക്കെ കുറവായിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ മാർക്കറ്റിംഗ് ഇൻക്ലിനേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു ബ്ലാക്കിൽ പോയാലോ അല്ലെങ്കിൽ അഹമ്മദാബാദിൽ പോയാലോ നിങ്ങൾക്ക് കിട്ടുന്ന പാക്കേജ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് ആവറേജ് പാക്കേജ് ഓഫ് മൈക്ക. വൈ? ബിക്കോസ് ഇപ്പം ഈ IIMസിന്റെ ഒക്കെ പാക്കേജ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് അല്ല, ഇറ്റ്സ് മോസ്റ്റ്ലി കൺസൾട്ടിങ് ഒരു 20-25% ഓഫ് ദി ബാച്ച് റിക്രൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ആവറേജ് പാക്കേജ് മുകളിലോട്ട് പോകുന്നത്. പക്ഷേ ട്രസ്റ്റ് മീ, മൈക്കയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗിൽ കിട്ടാവുന്ന ബെസ്റ്റ് പാക്കേജ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഫ്രം എനി അതർ ബി സ്കൂൾസ്, ആ സെയിം പാക്കേജ് റേഞ്ച് തന്നെയായിരിക്കും അവർ ഇവിടെയും ഓഫർ ചെയ്യുക. ഇതിപ്പോൾ കമ്പനീസ് പല ടിയർ ഉണ്ടല്ലോ. ഇപ്പോൾ ചില കോളേജസിൽ അവർ Tier 1 കോളേജിൽ അവർ കൂടിയ പാക്കേജ് ഉള്ള ഇത് കൊടുക്കും, Tier 2 പോകുമ്പോൾ കുറയും. അങ്ങനത്തെ ഉള്ളത് കുറയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മൈക്കയ്ക്ക്. പിന്നെ സാറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് മൈക്കയ്ക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇപ്പോഴേ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൺസിഡർ ചെയ്തോളൂ. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ബി സ്കൂൾ ടു കൺസിഡർ. ആൻഡ് താങ്ക്സ് ലോട്ട് കാർത്തിക്, ഒരു രാത്രി 11:30 വിളിച്ചിരുന്നിട്ട് ഷെയർ ചെയ്തേന്. ലാസ്റ്റ് ഇയർ ഞാൻ ഇതുപോലെ കണ്ടിട്ടാണ് അപ്ലൈ ചെയ്തത്. സോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ ഡെഫിനറ്റ്ലി. എന്തായാലും കാർത്തികിനോടൊക്കെ എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. ഓക്കെടാ, താങ്ക്സ്, ബൈ.